ഇതാണ് അസീം ആൻഡ് കൃഷ്ണൻ. ഞാൻ ഫാൻസിൽ വന്നതിന് ശേഷം കണ്ട ആകെ 2 മലയാളീസ്. അസീമിന്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ കുറച്ച് ഇന്ത്യൻ ഫ്രണ്ട്സ് ഗ്യാദർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ത്യൻ ഫ്രണ്ട്സ് മാത്രമല്ല, അവരുടെ ക്ലാസ്സിലെ കുറച്ച് ഇന്റർനാഷണൽ ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്നും ഫാമിലിയിൽ നിന്നൊക്കെ വിട്ടിക്കണോണ്ട് തന്നെ ഇതുപോലത്തെ ഗ്യാദറിങ്സ് ഒന്നും ഒരിക്കലും മിസ്സാക്കാറില്ല കേട്ടോ. എസ്പെഷ്യലി ഇവരെ വീട്ടിലാണെങ്കിൽ എപ്പോൾ കൂടുമ്പോഴും നല്ല കിടിലൻ ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് ഉണ്ടാവാറുണ്ട്. ആഗ്രഹമുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ എത്ര കുക്ക് ചെയ്ത് കഴിച്ചാലും വേറൊരാൾ ഉണ്ടാക്കി തന്ന് കഴിക്കുന്നതിന്റെ ആ ഒരു സുഖം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോകുമ്പോൾ നല്ല എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാറ്. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം നല്ലോണം മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ബേക്കിംഗ്. അതുകൊണ്ട് തന്നെ ഞാൻ ബേക്ക് ചെയ്യാൻ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒന്നും മിസ് ചെയ്യാറില്ല. ഇവർക്കൊക്കെ ഇഷ്ടമായി പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. നമ്മുടെ ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് ഇവർക്ക് കൊണ്ട് ട്രൈ ചെയ്യിപ്പിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ കൈ കൊണ്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൈ കൊണ്ട് കഴിക്കുന്ന ഒരു ട്രെയിനിങ് സെക്ഷൻ ഉണ്ടായിരുന്നു. അവരൊട്ടും പ്രാക്ടീസ്ഡ് ആവാത്ത കാര്യം അവർ ചെയ്യുന്നത് കാണുമ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ചു, ഡാൻസ് ഒക്കെ ചെയ്തു. ഞങ്ങൾ കുറച്ച് പേര് ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലത്തെ ഗ്യാതറിങ്സ് ഒക്കെ വരുമ്പോൾ ഫാമിലിനെ മിസ് ചെയ്യുന്ന വിഷമം മാറാറുണ്ട് കേട്ടോ. ഇവരൊക്കെ സൂൺ പോകുന്നാലേക്കും ഒരു വിഷമമാണ് കേട്ടോ.